ഈ വർഷം മാർച്ച് 29-ാം തീയതി തിയേറ്ററിലൂടെ റിലീസായ ഒരു മലയാളം ചിത്രമാണ് അഭിലാഷം. സൈജു കുറുപ്പ്, തൻവീർ റാം, അർജുൻ അശോകൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നത്. ചിത്രം ഇറങ്ങിയ സമയത്ത് എനിക്കിത് കാണാൻ സാധിച്ചില്ല. കാരണം അന്ന് ആ സമയത്ത് എമ്പുരാൻ്റെ ഒരു ഇടിയായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചിത്രത്തിനെ പറ്റി തന്നെ മറന്നുപോയി. ഇന്നലെ ഒരു സിനിമ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഏത് കാണും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടില്ലല്ലോ, അതിനെപ്പറ്റി അഭിപ്രായം നമ്മൾ കേട്ടില്ലല്ലോ, എന്നാൽ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതിയിട്ട് പ്രൈമിൽ നോക്കിയപ്പം പ്രൈമിൽ പടം അവൈലബിൾ ആണ്. സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനിപീഡിയ. അഭിലാഷം. ഷംസു സാഹിബയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണോ എന്നൊരു സംശയമുണ്ട്, കാരണം മറ്റ് ഡേറ്റാസ് ഒന്നും ഇതിൻ്റെ അകത്ത് കാണില്ല. ജന്നിത് കാച്ചപ്പള്ളിയാണ് ചിത്രത്തിൻ്റെ രചന കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ മുമ്പത്തെ സിനിമ എന്ന് പറയുന്നത് മറിയം വന്ന് വിളക്കൂതി എന്ന് പറയുന്ന സിനിമയാണ്. സൈജു കുറുപ്പ്, തൻവീർ റാം, അർജുൻ അശോകൻ, ബിനു പപ്പൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇത് സിനിമ പറയുന്നത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേര് പിരിഞ്ഞ് രണ്ടിടത്ത് പോവുകയും വീണ്ടും അവരൊന്നിക്കുന്നു. തുടർന്ന് അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഷെറിൻ മൂസ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് തൻവീർ റാം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഭിലാഷ് എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് നമ്മുടെ സൈജു കുറുപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, അവരുടെ ഇടയിൽ പ്രണയമുണ്ടോ ഇല്ലയോ, തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് സൈജു കുറുപ്പിൻ്റെ പ്രശ്നങ്ങൾ. സൈജു കുറുപ്പ് കുറച്ച് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്ന ഒരു വളരെ ചെറിയൊരു സിനിമയാണ്. വളരെ പുതുമയുള്ളൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ കേൾക്കാത്തൊരു സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള 96 പോലുള്ള സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കുട്ടി സബ്ജക്റ്റൊക്കെ തന്നെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇതെങ്ങനെ എടുത്തു എന്നുള്ളതിലാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം ഇരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്ന സിനിമ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ ക്യാമറ വർക്ക് മുതൽ പെർഫോമൻസ് മുതൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ പാട്ടുകൾ മുതൽ മനസ്സിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ആരും ഈ സിനിമയെ പറ്റി പറയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ റിവ്യൂ എടുത്ത് നോക്കിയപ്പം അശ്വിൻ ഗോക്കൊക്കെ വളരെ മോശമായിട്ടാണ് സിനിമയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ പല കാര്യങ്ങളും പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ അത് പലരുടെയും ഒപ്പീനിയനാണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഈ പടം വർക്കായി. എനിക്ക് എന്തോ കൊള്ളാം, നല്ലൊരു സിനിമ കണ്ടു എന്നുള്ളൊരു ഫീൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നി. വളരെ മികച്ച രീതിയിൽ ഇതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്ലോസ് ഉണ്ട്, അനാവശ്യമായിട്ടുള്ള കുറേ കഥാഗതിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സും ഇതിൻ്റെ അകത്തൊക്കെ അനാവശ്യമായിട്ട് കയറി ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നൊരു ഫീലുണ്ട്. അത് ഗംഭീരമായിരുന്നു. ഇൻ്റർവൽ പോർഷൻ അത് രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് മനസ്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. എനിക്ക് ഈ സാധനം വർക്കൗട്ടായപ്പോൾ തന്നെ എനിക്ക് പടം ഓക്കെ എന്നുള്ളൊരു ഫീൽ തന്നെ വന്നു. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ ചിത്രം അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഒരാളുടെ പേര് പറയാതെ വിടുന്നത് വളരെ മോശമാണ്. എല്ലാ ആക്ടേഴ്സും ആദ്യം പെർഫോമൻസിനെ പറ്റി പറയാം. എല്ലാ ആക്ടേഴ്സും അവരുടെ പെർഫോമൻസ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പാട്ടെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ക്യാരക്ടറിനൊരു ഡെവലപ്മെൻറ്റും പരിപാടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തൻവീർ റാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. ഒരു സെറ്റിലാണ്, കാരണം പുള്ളിക്കാരത്തേക്ക് ഒന്നും കൂടുതൽ ചെയ്യാനില്ല. അത് എന്തുകൊണ്ടെന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പുള്ളിക്കാരത്തി നന്നായിട്ട് തന്നെ ചെയ്തു. ബിനു പപ്പൻ ജസ്റ്റ് കുറച്ച് നേരം വന്നു പോകുന്നുള്ളൂ, പക്ഷേ വന്ന റോള് നല്ല രസമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാളുണ്ട്, അർജുൻ അശോകൻ. പുള്ളിയും താജു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ക്യാരക്ടറിന് അർജുൻ അശോകൻ അല്ലെങ്കിൽ അവിടെ ലുക്മാൻ അവരാൻ വന്നാൽ നന്നായിരുന്നു എന്നും കൂടി എനിക്ക് തോന്നി. പേഴ്സണൽ ഒപ്പീനിയനാണ്, വിട്ടുകളയുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗസ്റ്റ് റോളുണ്ട്, നമ്മുടെ ഷൈൻ ടോം ചാക്കോ. അതും രസമുണ്ടായിരുന്നു, ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ നവാസ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന ആക്ടർ, പുള്ളിയുടെ പെർഫോമൻസും എനിക്ക് ഒരു ഓക്കെ ഫീൽ തന്നു. പലർക്കും ചിലപ്പോൾ അതൊരു ഓവർ സാധനമായി തോന്നിയേക്കാം, ബട്ട് എനിക്കത് കൊള്ളാം എന്നുള്ളൊരു ഫീലിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്ത ശ്രീഹരി കെ നായർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ, പാട്ടുകളാകട്ടെ. ഞാൻ പടം കണ്ടു കഴിഞ്ഞ് ആദ്യം യൂട്യൂബിൽ ചെന്ന് അതിൻ്റെ ആ ഫുൾ പ്ലേലിസ്റ്റ് ഞാനെടുത്ത് സേവ് ചെയ്തു.
അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതും ഞാനെടുത്ത് സേവ് ചെയ്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് രാത്രി മുഴുവൻ. എനിക്ക് തോന്നുന്നു പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് വിട്ടു പോകണ്ടെന്ന് കരുതിയിട്ട് അത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ശ്രീഹരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പോവുക. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അത് സിനിമയിൽ കാണാനുണ്ട്. ആ സിനിമയുടെ ഒരു പുള്ളി ഇന്ന് പല സ്ഥലങ്ങളിലും സിനിമ അവിടെ വലിയ സംഭവം ഇല്ലയെന്ന് തോന്നുമ്പോൾ പോലും അതിനെ അപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടാണ്. സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറയേണ്ടതാണ് നിംസിൻ്റെ എഡിറ്റിങ്. ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറേ ഇൻ്റർകട്ടും പരിപാടികളൊക്കെ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഫീല് നൽകുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ 90s കിഡ്സിൻ്റെ കാര്യമല്ല ഇതിനകത്ത് പറയുന്നത്. 2003 ബാച്ച് ആ ഒരു ടൈമിലൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. എന്നാലും നമ്മുടെ സ്കൂളിൽ നമ്മളിട്ട വെള്ള ഷർട്ട് അതൊക്കെ ഓർമ്മ വരുന്നത് കൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. സ്കൂള് കാര്യങ്ങളൊക്കെ, പഴയ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതൊരു നമുക്ക് നല്ലൊരു ഫീലായിരുന്നു. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്ന സിനിമ. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാവട്ടെ. കുഞ്ഞു കുഞ്ഞു സിനിമകൾക്കും ഇവിടെ സ്പേസ് വേണം. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇത് എത്രത്തോളം ഹിറ്റായിരുന്നു അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് ആ സിനിമ എൻ്റെ അടുത്തൊന്നും ഈ സിനിമ ഇല്ലായിരുന്നു, മൊത്തം എമ്പുരാനായിരുന്നു. അപ്പോൾ ഇത് കാണാത്തതിന് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. നല്ല സിനിമകൾ വിജയിപ്പിക്കുക. നല്ല സിനിമകൾ വരുന്നുണ്ട് നമുക്ക്. അത് കണ്ടതിന് ശേഷം കുറച്ച് പേരെങ്കിലും അതിന് അഭിപ്രായം പറയുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.